ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ വന്ന് കുടുംബത്തോടുകൂടി ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബീന അനീഷ്, ഹസ്ബൻഡ് അനീഷ് തോമസ്, മക്കളായ ഇവാൻ അനീഷ്, എഡ്വിൻ അനീഷ്, ഇസബൽ അനീഷ് ആൻഡ് എലേജ അനീഷ്. ഞങ്ങൾ തൊടുപുഴ കലയന്താനി സെൻറ്റ് മേരീസ് ചർച്ച് ഇടവാംഗങ്ങളാണ്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം ഒന്നാമതായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ മോൾ ഇസബലിന് ജനുവരി 2023 ജനുവരിയാണ് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ജൂൺ ആയപ്പോഴത്തേക്കും മോളുടെ തൊണ്ടയിൽ ഒരു കുഞ്ഞു മുഴ പോലെ കാണപ്പെട്ടു. ഞാനപ്പോൾ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ലീവിന് വന്നപ്പോൾ അത് ഞങ്ങൾ മുതലക്കോടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു അൾട്രാസൗണ്ട് എടുത്ത് നോക്കണമെന്ന്. അങ്ങനെ അൾട്രാസൗണ്ട് എടുത്തപ്പോഴത്തേക്കും അതൊരു തൈറോഗ്ലോസൽ സിസ്റ്റാണ്. അത് ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതിപ്പോൾ ചെയ്തില്ലേലും പക്ഷേ വേറെ മരുന്നൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റൊന്നുമില്ല, അത് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങളിത് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു എന്നാൽ പോകുന്നതിന് മുന്നേ ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളോട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്ത്, ഞാൻ ആദ്യം ഓർത്തത് ഒരൊറ്റ ദിവസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് വീട്ടിൽ പോരാൻ പറ്റുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അപ്പോഴെനിക്ക് മനസ്സിലായി അത് അപ്പോൾ കുഞ്ഞൊരു ഓപ്പറേഷൻ അല്ല, അപ്പോൾ ചെയ്തത് തൊണ്ടയും കൂടിയാണ്. അപ്പോൾ അത് ഇച്ചിരി സീരിയസ് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പോരുന്നതിന് പെട്ടെന്ന് തന്നെ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ഞാനും ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കാണാൻ അൾട്രാസൗണ്ട് റിപ്പോർട്ടെല്ലാം കാണിച്ചപ്പോൾ അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ അച്ഛൻ അവളുടെ തൊണ്ടയിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു ആശീർവാദവും തന്നു. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ പോന്നു. ഞാൻ പിന്നെ പിറ്റേ ആഴ്ച കുവൈറ്റിലോട്ട് പോയി. അതിനുശേഷം ഹസ്ബൻഡ് എല്ലാ ദിവസവും അവളുടെ തൊണ്ടയിൽ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ അത് ജൂൺ മാസത്തിലാണ് ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്തത്. ഞാനിപ്പോൾ ഈ ഡിസംബറിൽ ഞാൻ പിന്നെ ലീവിന് വന്നപ്പോഴത്തേക്കും അതിനു മുമ്പ് വന്നപ്പോൾ നോക്കിയപ്പോൾ കംപ്ലീറ്റ് സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു മുഴ കുറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും കംപ്ലീറ്റായിട്ട് അത് മാറിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കതൊരു കൺഫർമേഷന് വേണ്ടി ഞങ്ങൾ പിന്നെയും സെയിം ആശുപത്രിയിൽ തന്നെ കൊണ്ടുചെന്നു. അൾട്രാസൗണ്ട് സെയിം ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിച്ചപ്പോഴത്തേക്കും അത് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. യേശുവിൻ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. രണ്ടാമതായി ഞാൻ 17 വർഷമായിട്ട് കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. ഞാനും ഹസ്ബൻഡും ഞങ്ങളെ പിള്ളേർ 4 മക്കളും കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും മക്കളും കൂടി ഇങ്ങോട്ട് പോന്നു. ഞങ്ങളവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 10 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് വേണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ 2023 ഡിസംബറിന് മുമ്പ് എനിക്കൊരു നല്ലൊരു ഭവനം നൽകി തരണം. അതിനുള്ള സാമ്പത്തികമായിട്ട് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ഞങ്ങൾക്കൊരു മനോഹരമായ വീട് പണിയുവാനും 2023 ഞങ്ങൾ ജനുവരിയിലോട്ടൊക്കെ ഹൗസ് വാങ്ങിങ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അച്ഛന്മാരെയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് പറഞ്ഞത് 2023 ഡിസംബറിന് മുമ്പാണല്ലോ, അപ്പോൾ ജനുവരി ആകുമ്പോൾ അടുത്ത വർഷമാകിയല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് 2023 ഡിസംബർ 30 തന്നെ ഞങ്ങളുടെ പ്രവാസത്തോടെ നടത്തി പുതിയ വീട്ടിൽ കയറി താമസിക്കാനും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കൃപ നൽകി. മൂന്നാമതായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി. അവിടെ പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ ഹോളി വാട്ടർ മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ കാണുന്നില്ല. മോളെ കാണാണ്ടായപ്പോഴത്തേക്കും പെട്ടെന്നാകെ ഒരു വെപ്രാളമായി. അമ്മേ എവിടെ പോയി? ഞാൻ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അമ്മേ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അമ്മ തന്നെ വേഗം കണ്ടുപിടിച്ച് തരണേന്ന്. അങ്ങനെ ഞങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് വേറെ സ്ഥലത്തോട്ട് ഓടിപ്പോയി. എന്താ ചെയ്യണമെന്നറിയത്തില്ല. അപ്പം ഒരു ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അപ്പായും അമ്മയും കാണുന്നില്ല. ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തവൾ. അങ്ങനെ അവർ വിളിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിമാതാവിൻ്റെ ഒരു വലിയ ഇടവേള ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര പേടിയുള്ളായിരുന്നു. ലൈസൻസ് എനിക്ക് എച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് റോഡ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം ലീവിന് വരുമ്പോൾ ഈ ഡ്രൈവിങ്ങിൻ്റെ പുറകെ നടന്ന് എൻ്റെ സമയം മൊത്തം സ്പെൻഡ് ആകുമായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചു, അമ്മ എനിക്ക് ലൈസൻസ് ഒന്ന് കിട്ടണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച്
അതിൻ്റെ ഫലമായിട്ട് എനിക്ക് റോഡ് എപ്പോഴും സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞ് എപ്പോൾ ചെന്നാലും എനിക്ക് ഫെയിലാക്കി വിടുമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് ഒരു പ്രശ്നമില്ലാതെ എനിക്ക് റോഡ് പാസ്സാകുവാനും എനിക്ക് ലൈസൻസ് കിട്ടുവാനും സാധിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ മൂലമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ, എൻ്റെ ഹോസ്പിറ്റലിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും ഈശോയെ പല പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോഴും എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പോയി നിന്ന് ഈശോയുടെ മുമ്പിൽ കരയുവാനും സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ മാതാവ് പ്രത്യേകം തന്നു. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല എന്ന് എനിക്ക് പൂർണ്ണമായി ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുവാനും അമ്മയോട് ചേർന്ന് നടക്കുവാനും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് പ്രത്യേകം കൃപ തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കുവൈറ്റിൽ അഖണ്ഡ ജപമാല നടത്തുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം പോയി പങ്കെടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ കാർഡ് അവിടെ ബാബു ബ്രദർ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം ആൾക്കാർക്ക് കൊടുക്കുവാനും കാരുണ്യപ്രവൃത്തികളാണെങ്കിലും പങ്കെടുക്കുവാനും എല്ലാം മാതാവ് ഞങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ പാവങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾക്ക് പറ്റുന്ന പോലെയെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പത്രം കൊടുക്കുന്നതിനാണെങ്കിലോ ആളുകളെ കൃപാസനത്തോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിനാണെങ്കിലോ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് രോഗികളെ സന്ദർശിക്കുവാനും പത്രങ്ങൾ കൊടുക്കുന്നതിനോ ഞങ്ങൾ യൂട്യൂബിലെ അച്ഛൻ്റെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നതിനോ ഇപ്പോൾ എല്ലാം ഞങ്ങൾക്കൊരു മടിയും കൂടാതെ ചെയ്യുവാൻ ഞങ്ങൾ രണ്ടുപേരും അത് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഒരു മടിയും കൂടാതെ സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2 സാമുവേൽ 22:7 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അനീഷ് തോമസിൻ്റെ കുടുംബം ഉടമ്പടി ജീവിതത്തിലൂടെ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകളെയും എണ്ണിപ്പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു. ഈ സഹോദരി ആദ്യം പങ്കുവച്ചത് മകളുടെ തൊണ്ടയിലെ മുഴയുമായി ബന്ധപ്പെട്ട അസുഖമാണ്. ഡോക്ടറെ കാണിക്കുമ്പോൾ ഓപ്പറേഷൻ അനിവാര്യമാണെന്നും ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഓടിയെത്തി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുകയും അച്ഛനെ കണ്ട് അച്ഛൻ കൈവയ്പ് ശുശ്രൂഷയിലൂടെയും സൈത്തപൂശി പ്രാർത്ഥിച്ചുകൊണ്ടും മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പരിശുദ്ധമ്മയുടെ തിരുനടയിൽ പ്രത്യേകമാവിധം സംരക്ഷണം സമർപ്പിക്കുന്നുണ്ട്. പിന്നീട് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു, ഓരോ ആഴ്ച കഴിയും തോറും രോഗം കുറഞ്ഞു വരികയും ഇപ്പോൾ 6 മാസത്തിന് ശേഷം രോഗം പൂർണ്ണമായി സൗഖ്യപ്പെടുകയും യാതൊരു മുഴയുമില്ല, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, രോഗം ഒന്നും അവിടെ ഇല്ലെന്ന് ആദ്യം പരിശോധിച്ച അതേ ഡോക്ടർ തന്നെ അൾട്രാസൗണ്ട് ചെയ്ത് സാക്ഷ്യപ്പെടുത്തി നൽകിയതിനെയാണ് സന്തോഷത്തോടു കൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് നന്ദി പറയുന്നത്. മറ്റൊന്ന്, മകളെ വെളാങ്കണിയിൽ വെച്ച് കാണാതെ പോയതും അവിടെയും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും മകൾ തന്നെ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഓർത്തെടുത്ത് പറയുകയും അതുവഴി ആ ആകുലതയുടെ നിമിഷങ്ങളിൽ തന്നെ വേഗത്തിൽ അമ്മ മാതാവ് വലിയ തിരക്കിൻ്റെ നാളുകളിൽ ആ കുടുംബത്തിന് ആശ്വാസം പകർന്നുകൊണ്ട് വേഗത്തിൽ മകളെ കണ്ടെത്താനുള്ള കൃപ നൽകിയതിനെയാണ് സഹോദരി രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, ഒരു ഭവനത്തിന് വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എത്ര നാളായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഭവന നിർമ്മാണം അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 10 വർഷത്തോളമായി നടക്കാതിരുന്ന ഭവന നിർമ്മാണം അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മനോഹരമായൊരു ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കുവാൻ കൃപാസനം അമ്മ കുടുംബത്തെ സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാൻ പോവുകയും റോഡിൽ നിരന്തരം റോഡ് ടെസ്റ്റ് പരാജയപ്പെടുകയും ചെയ്തതിൻ്റെ ആ വിഷമതകളിലും അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്
അത് വിജയിക്കുവാൻ സാധിച്ചതിനെയും ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളെയാണ് കൃപാസനം അമ്മയുടെ തിരുനടയിൽ കുടുംബം സമർപ്പിക്കുന്നത്. 1 മകളുടെ രോഗസൗഖ്യമാണ്. 2 നഷ്ടപ്പെട്ടു പോയ മകളെ തിരികെ കണ്ടെത്തുന്നതാണ്. 3 ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കിൽ എക്സാമിനുള്ള വിജയമാണ്. 4മത്തത് സ്വന്തമായി ഒരു ഭവനം നിർമ്മിച്ചെടുക്കുവാനുള്ള വലിയ ആഗ്രഹമുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധമ്മ ജീവിതത്തിൻ്റെ നിയോഗം എന്തു തന്നെയാവട്ടെ, എത്ര നാൾ പഴകിയതാവട്ടെ, എത്ര ഗുരുതരമായതാവട്ടെ, വൈദ്യശാസ്ത്രം നമ്മളെ വിഷമിപ്പിക്കുന്നതാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ കൊടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സഞ്ചാരി മാതാവ് കൂടെ വന്ന് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എല്ലാ കാര്യങ്ങളെയും ചുരുക്കി തന്നുകൊണ്ട് നമുക്ക് അനുഗ്രഹവും നമ്മുടെ പ്രശ്ന മേഖലകൾക്ക് പരിഹാരവും രോഗപീഠകൾക്ക് സൗഖ്യവും ആശ്വാസവും നൽകി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി നമ്മെ ഓരോരുത്തരെയും ഉയർത്തുമെന്ന് ഈ മക്കൾ അവരുടെ സാക്ഷ്യത്തിലൂടെ ലോകത്തോട് പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് സാനിമോൾ വർഗീസ്. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 നവംബറിലാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ 2016 മുതൽ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. എല്ലാ ലിസ്റ്റിലും ഞാനുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ലിസ്റ്റിലും എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടത്തില്ല. എൻ്റെ തൊട്ട് മുൻപ് വരെ ഉള്ള വ്യക്തിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നെങ്കിലും എനിക്ക് കിട്ടിയിരുന്നില്ല. എല്ലാ പരീക്ഷയിലും ഞാൻ മെറിറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നിരാശയിൽ ഞാൻ ആണ്ടു. സ്വന്തമായിട്ട് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയി വർക്ക് ചെയ്യുകയായിരുന്നു. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം 2016 മുതൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് അങ്ങനെ 2022 അതുവരെ ഒന്നും എനിക്കൊരു ഗവൺമെൻറ് ജോലിയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സ്വപ്നം. പക്ഷേ എനിക്ക് അത് എൻ്റെ മെറിറ്റ് വെച്ചിട്ട് എനിക്കൊന്നും നടക്കാത്തൊരവസ്ഥയിലായി. അങ്ങനെ പുറത്തേക്ക് ട്രൈ ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കുള്ള സമ്പാദ്യമെല്ലാം കൂട്ടി വെച്ച് ഞങ്ങൾ ഏജൻറ്റിനെ സമീപിച്ചു. അങ്ങനെ അതിൻ്റെ വിസയുടെ പ്രോസസ്സിങ് എല്ലാം ആയി. ഞങ്ങൾക്ക് ഡിസംബറിൽ എനിക്ക് വിസ വന്നു. ഞാൻ അങ്ങനെ വിസയ്ക്ക് മെഡിക്കൽ എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും മെഡിക്കൽ ഫെയിലിയറായി. അപ്പം ഏജൻറ്റ് പറഞ്ഞു, ഞങ്ങൾ തന്ന പൈസ തിരിച്ചു തരാൻ പറ്റത്തില്ല. വിസയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മളത് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ആ പൈസ മുഴുവനും കംപ്ലീറ്റ് സമ്പാദ്യവും നമ്മുടെ കയ്യിൽ നിന്നും പോയി. അങ്ങനെ ഞങ്ങൾ വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലോട്ട് മാറി. ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒത്തിരി കടബാധ്യതയായി. ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ പോലും സ്വസ്ഥത ഇല്ലാത്തൊരവസ്ഥയായി. ജോലിയുടെ മേഖലയും കഠിന നിരാശയായി. കാരണം എൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാവരും ഏറ്റവും വീക്കായിട്ട് വർക്ക് ചെയ്തൊരു കുട്ടി വരെ പോലും പുറത്തു പോയി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിസ്സാര ശമ്പളത്തിനാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതൊക്കെ ഒത്തിരി എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി ഫസ്റ്റ് ഉടമ്പടി തീരുന്നതിൻ്റെ 2ാമത്തെ ദിവസം RSBYയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എനിക്ക് ഫസ്റ്റ് റാങ്കിലോടുകൂടി എനിക്ക് ജോലി ലഭിച്ചു. അങ്ങനെ കോൺട്രാക്ട് ബേസിൽ ഞാനങ്ങനെ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെല്ലാം ഞാൻ അവിടെയാണ് ചെയ്യുന്നത്, വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. അവിടെ ആരും പോലും ഇല്ലാത്ത ഒത്തിരി മക്കളുണ്ട്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത അനേകരുണ്ട്. അവർക്കൊക്കെ അവർ ചെന്ന് സന്ദർശിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും കൃപാസനത്തിൽ പത്രം കൊടുക്കുകയും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഒത്തിരി തിക്തമായ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം എൻ്റെ യേശുവിൻ്റെയും അമ്മയുടെയും പ്രതി ഞാൻ സഹിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് RSBYയുടെ ഞാനിവിടെ നിന്ന് പത്രം കൊടുക്കുമ്പോൾ ഇവിടുത്തെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവർ അഡ്മിറ്റായി കിടന്നത്. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, മോൾക്ക് കുഞ്ഞുമക്കളില്ലേ, അവർക്ക് ഒരു കൂട് മാമ്പഴം ഇതിന് പകരം മേടിച്ചു കൊടുക്കുക, അവർക്ക് അതെങ്കിലും ഒരു ഉപകാരപ്പെടും. ഈ പത്രം ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് നിനക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്നെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ. ഞാൻ കരഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ, അതുപോലെ ഞാൻ നാണം കെട്ടിട്ടുണ്ട് അതുപോലെ മനുഷ്യരുടെ മുൻപിൽ. എങ്കിലും ഞാൻ അതെല്ലാം എൻ്റെ അമ്മയെയും യേശുവിനെയും പ്രതി ഞാൻ സഹിച്ചു. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിന് അനുഗ്രഹമായിട്ടാണ് അമ്മ എനിക്ക് ആദ്യമായിട്ട് കോൺട്രാക്ട് സ്റ്റാഫായിട്ട് എന്നെ അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിയമിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ ശുശ്രൂഷ മേഖല വളർന്നു. അവിടെയുള്ള എല്ലാവരുടെ കൂടെ ഞാൻ കൂടെ വർക്ക് ചെയ്ത് അങ്ങനെ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ആരോഗ്യപരമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി.
മെയ് മാസത്തിൽ എനിക്ക് യൂറിക് ആസിഡ് കൂടിയിട്ട് എനിക്ക് എൻ്റെ ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയായി, നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ലഭിച്ച തേനും ഉപ്പും പ്രാർത്ഥിച്ച് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈശോ എനിക്ക്, അമ്മ മാതാവ് എനിക്ക് സൗഖ്യം തന്നു. അതൊന്നും എൻ്റെ നിറകണ്ണുകളോടല്ലാതെ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദിയോടല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്ര അമ്മേനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതോടെ ഞാൻ ഒത്തിരി സങ്കടത്തിലായിരുന്നു. അത്രയും ഞാൻ ഒരുങ്ങി. എന്നാലും എൻ്റെ അമ്മയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒത്തിരി ഞെരുക്കത്തോടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നിട്ടുള്ളത്. എങ്കിലും എൻ്റെ അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവസാനം 2021 ഞാൻ കേരള PSC ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നവംബർ 23 ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് മോർട്ടം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ അഡ്വൈസ് മെമ്മോ തന്നു. അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ DMEയിൽ ഇപ്പം എനിക്ക് പോസ്റ്റിംഗ് ആയി. അവിടെ ഇമ്മ്യൂണൈസേഷൻ സെക്ഷനിലാണ് എനിക്കിപ്പോൾ ജോലി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കോൺട്രാക്റ്റ് ബേസ് എന്നുള്ള അത് മാറി ഇപ്പോൾ സ്ഥിരമായി കേരള PSC ഗവൺമെൻറ്റിൽ സ്റ്റാഫ് നഴ്സായിട്ട് നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. ഇതെല്ലാം എൻ്റെ അമ്മയുടെയും ഈശോയുടെ അനുഗ്രഹം മാത്രം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇപ്പോൾ വിദേശത്ത് ഞാൻ അന്ന് ട്രൈ ചെയ്ത ജോലി കിട്ടാതിരിക്കുന്നതും ഇപ്പോൾ എൻ്റെ കുടുംബമായി സന്തോഷത്തോടെ ഈ ഗവൺമെൻറ് ജോലി ചെയ്യുവാനും അമ്മയെ അനുഗ്രഹിച്ചു. ഒരു പക്ഷേ ഞാൻ ആ വിദേശത്ത് പോയിരുന്നെങ്കിൽ എൻ്റെ കുടുംബം താറുമാറായി പോയാനെ, എൻ്റെ കുടുംബത്തിലെ മക്കളും താറുമാറായി പോയാനെ. പക്ഷേ ഇതെല്ലാം എൻ്റെ ദൈവം എന്നേക്കാൾ മുൻപോടെ കണക്കുകൂട്ടി എനിക്ക് വേണ്ടി പദ്ധതികൾ അദ്ദേഹം നെയ്തു. അതോടെ ഈശോയ്ക്ക് വേണ്ടിയും ഈശോയുടെ പദ്ധതിക്ക് വേണ്ടിയും ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ക്ഷമയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ പദ്ധതിയല്ല, എൻ്റെ ഈശോയുടെ പദ്ധതിയാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ സഹായി. എൻ്റെ അമ്മ ഈശോയോട് പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിറവേറുന്നു. 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് പരിസ്ഥമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാൻ ഒത്തിരി ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. കാരണം ജീവിതത്തിലെല്ലാം തോൽവികൾ മാത്രമായപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പായിരുന്നു. കുഞ്ഞുങ്ങളോടും ജീവിത പങ്കാളിയോടും മാതാപിതാക്കളോടും ഫ്രണ്ട്സിനോടും രോഗികളോട് പോലും എനിക്ക് വളരെ ദേഷ്യമായിരുന്നു. എന്നെ വെറുപ്പായിരുന്നു. ആത്മഹത്യ ചെയ്യാനായിട്ട് ഒത്തിരി തവണ പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ചു നിന്നു. എൻ്റെ അമ്മ എനിക്കെല്ലാം മനസ്സിലാക്കി തന്നു. ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയും അമ്മയും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല, ഈശോയുടെ രീതിക്കും അമ്മയുടെ പദ്ധതിക്കുമാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നു. വിശുദ്ധ കുർബാന ഇന്നൊരു ദിവസം പോലും ഞാൻ മുടക്കില്ല. പരിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും എല്ലാം ഇന്ന് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈശോയെ സ്വസ്ത്രം, ഈശോയെ നന്ദി. ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം അരുളി ചെയ്യുന്നു: നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും, അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. തൻ്റെ ജീവിതത്തിൽ സാനിമോൾ വർഗീസ് അനുഭവിച്ചതും എന്നാൽ ഇന്ന് തനിക്ക് എങ്ങനെ ഈ തിരുവൾത്താരയിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തനിക്ക് എങ്ങനെ തൻ്റെ ആ സാഹചര്യങ്ങൾ തന്നെ ഒഴുകിപ്പോയ ജലം പോലെയേ നീ നിൻ്റെ ദുരിതങ്ങൾ ഓർക്കുകയുള്ളൂ എന്നാണ് തിരുവചനം അരുളി ചെയ്യുന്നത്. ഇന്നതൊന്നും ഈ മകൾക്ക് ഒരു പ്രശ്നമല്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ആ സമയത്തും താൻ പിടിച്ചു നിന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം അതൊന്നും ചെയ്യുന്നതിന് പുറകോട്ട് പോയില്ല. തനിക്ക് കിട്ടാതെ പോയ, അതായത് താൻ PSC ലിസ്റ്റിലോ ഇതൊന്നും വരുന്നില്ല, ഗവൺമെൻറ് ജോലി പ്രതീക്ഷിച്ചു, ഒന്നും ലഭിക്കുന്നില്ല, വർഷങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ അങ്ങനെ പോകുമ്പോൾ കടബാധ്യതകൾ ഏറി വരുന്നു. തങ്ങൾക്കുണ്ടായിരുന്നത് പോലും നഷ്ടപ്പെട്ട അവസ്ഥ വിസയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. എന്നാൽ ജോലി ലഭിച്ചില്ല. ഇതൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തന്നെയാണ്. എന്നാൽ അത് ഈ മകളെ തളർത്തുന്നില്ല. തന്നെ ഒത്തിരിയേറെ മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിൽ കൃപാസന പത്രം കൊടുക്കുമ്പോൾ സംസാരിച്ച സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതൊന്നും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിൽ നിന്ന് ഈ മകളെ മാറ്റിയില്ല. അങ്ങനെ
ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ജോബിൻ്റെ പുസ്തകം 19 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ടു. ഇന്ന് എങ്ങനെ ഈ മകൾക്ക് നല്ല ഒരു ജോലി, താൻ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായിട്ട് തൻ്റെ കുടുംബം ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് ഗവൺമെൻറ് സ്റ്റാഫായിട്ട് കോൺട്രാക്റ്റ് ബേസിൽ കിട്ടിയത് ഇപ്പോൾ സ്ഥിര നിയമനമായി. അങ്ങനെ തനിക്ക് ദൈവം തന്നതെല്ലാം കൃപയാണെന്ന് ഇന്ന് ഈ മകൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ പ്ലാനുകളല്ല, ദൈവത്തിൻ്റെ പദ്ധതികളാണ് നിറവേറേണ്ടത്. അതുമാത്രമാണ് ഈ മകളും ഇവിടെ നിന്ന് ഇന്ന് നമ്മോടും ലോകത്തോട് മുഴുവനോടും ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. നാം സാക്ഷ്യം പറയാം എന്ന് നാം തീരുമാനമെടുക്കുക, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. എന്തും വരട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി നിലകൊള്ളും. തൻ്റെ ജീവിത ദുരിതങ്ങളൊക്കെ തനിക്കിന്ന് ഒന്നുമല്ല എന്ന രീതിയിലാകുമ്പോൾ അതുതന്നെയാണ് ദൈവം തന്നെ വന്ന് നിറയുകയാണ് ഈ മകളുടെ ജീവിതത്തിൽ. അങ്ങനെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ വിശുദ്ധ കുർബാനയില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ കൂദാശ ജീവിതത്തിന് എത്രയേറെ പ്രാധാന്യം തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ആ പരിശുദ്ധ അമ്മയെ കൂടെ കൊണ്ടു നടക്കുന്ന ഈ മകളോടും അതുപോലെ ഉടമ്പടിയെടുത്ത ഓരോ മക്കളും ഇതൊക്കെ തന്നെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.